അങ്ങനെ രാവിലെ തന്നെ നല്ല ഭക്തിമാർഗം കേട്ടാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത്. ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ അമ്മ തിരളിക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പോയി കുളിച്ച് റെഡിയായി കുറച്ച് പട്ടിഷൂ ഒക്കെ കാണിച്ച് ഒരു ഔട്ട്ഫിറ്റ് ചെക്കൊക്കെ കഴിഞ്ഞ് പുറത്തോട്ടൊന്ന് നോക്കിയപ്പോൾ ഫുൾ ആൾക്കാരും അവരും ഭയങ്കര എന്താ പറയുക ത്രില്ലിൽ നിൽക്കുകയാണ് കേട്ടോ പൊങ്കാലയ്ക്കൊക്കെ വേണ്ടിയിട്ട്. എല്ലാ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നു അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ പോയി ചെന്ന് ജസ്റ്റ് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം വീട്ടിൽ വന്നിരുന്നു. കുറെ നേരം ഇരുന്നു കേട്ടോ. രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പൊങ്കാലയുടെ എക്സൈറ്റ്മെന്റിൽ ഒന്നും കഴിക്കാനും തോന്നിയില്ല. അങ്ങനെ 9:45 പൊങ്കാലയില് അടുപ്പിൽ തീ പടർന്നു. പിന്നെ റിഫ്രഷ്മെന്റിനായിട്ട് തണ്ണിമത്തൻ കിട്ടി, ജ്യൂസ് കിട്ടി, കുറെ സാധനങ്ങൾ കിട്ടി കേട്ടോ ഇപ്രാവശ്യം. അങ്ങനെ ബൈ ദ ബൈ എന്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ വന്നവര് കുറച്ചുപേര് മേടിച്ചിട്ടുണ്ടായിരുന്നു. നിവേദ്യം 2:15 തുറന്നു നോക്കിയപ്പോഴത്തേനും പാൻകേക്ക് പോലത്തെ ഒരു സാധനം, അത് തെരളിയും. ഇത് പാൽപ്പായസമാണ് കേട്ടോ. പാൽപ്പായസം ഞാനാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നെയ്യ് കൂടിപ്പോയി, സ്വാഭാവികം. അങ്ങനെ നിവേദ്യമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.